താനൊക്കെ ബസ്സിൽ കയറുന്നത് പെണ്ണുങ്ങളെ അവിടെ പിടിക്കാനാണോടോ? ക്യാമറയെ ഓൺ ചെയ്തു വെച്ച് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ മഹേഷ് ആകെ പതറിപ്പോയി. മനസ്സാ വാച അയാൾ അറിയാത്തൊരു കാര്യമായിരുന്നു അവൾ ആ വിളിച്ചു പറഞ്ഞത്. കണ്ണൂരിലെ ആ പ്രഭാതം പതിവ് പോലെ തിരക്കുള്ളതായിരുന്നു. അരവിന്ദ് തന്റെ ലാപ്ടോപ്പ് ബാഗ് മുറുകെ പിടിച്ച് ബസ്സും കാത്ത് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. ബൈക്കൊരെണ്ണം ഉണ്ട്, പക്ഷെ അതിൽ പെട്രോൾ അടിക്കുന്ന പൈസയേക്കാൾ ലാഭം ബസ്സിൽ പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ പണം കൂടി കുടുംബത്തെ ചെലവാക്കാം. അതായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. പെട്ടെന്ന് ബസ് വന്നു. ഇപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. എന്നാൽ അതൊന്നും നോക്കാതെ സമയത്തിനെത്താൻ വേണ്ടി അരവിന്ദ് ആ ബസ്സിൽ കയറി. പയ്യാമ്പലം ഭാഗത്തു നിന്നും ടൗണിലേക്ക് സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിനുള്ളിൽ യാത്രക്കാരുടെ തിരക്ക് പതിയെ വർദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ദീർഘദൂര യാത്രക്കാരാണ്. അതുകൊണ്ട് സീറ്റ് കിട്ടൂ എന്നൊരു വ്യാമോഹം അരവിന്ദിനുണ്ടായിരുന്നില്ല. അയാൾ ഉള്ള സ്ഥലത്ത് കംഫർട്ടായി നിൽക്കാൻ ശ്രമിച്ചു. 35-കാരനായ അരവിന്ദ് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അന്നത്തെ ദിവസത്തെ ടാർഗറ്റുകൾ, കാണേണ്ട ഡോക്ടർമാർ, വീട്ടിൽ മരുന്നിനായി കാത്തിരിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ, ഇതൊക്കെയായിരുന്നു അയാളുടെ മനസ്സിൽ. തലേ ദിവസം രാത്രി ഉറക്കമില്ലാതെ തയ്യാറാക്കിയ റിപ്പോർട്ടുകളുടെ ടെൻഷനിൽ അയാൾ പുറത്തെ കാഴ്ചകൾ പോലും ശ്രദ്ധിക്കാതെ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അതേ ബസ്സിലേക്ക് മായ വ്ലോഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മായ കയറി. കയ്യിൽ ലേറ്റസ്റ്റ് ഐഫോണും സ്റ്റെബിലൈസറും. അവൾക്ക് വേണ്ടത് ഒരു വൈറൽ കണ്ടന്റ് ആയിരുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു. ബസ്സിലെ തിരക്കിനിടയിൽ അവൾ തൻ്റെ ഇരയെ തിരഞ്ഞെടുത്തു. ശാന്തനായി ഒന്നിനും പ്രതികരിക്കാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അരവിന്ദിനെ കണ്ടപ്പോൾ അവൾക്കൊരു ബുദ്ധി തോന്നി. ആളെ കണ്ടാലേ അറിയാം, ഒരു മാന്യൻ. ഇത്ര ആളുകളുടെ വീഡിയോ ആകുമ്പോൾ കുറച്ച് കൂടുതൽ റീച്ച് കിട്ടും. അവളുടെ മനസ്സിൽ അതായിരുന്നു. മായ പതുക്കെ അരവിന്ദിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അയാൾ അതൊന്നും അറിഞ്ഞതേയില്ല. ജോലി സംബന്ധമായ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഓർഡറുകൾ കുറിച്ചെടുക്കുന്നതിനുമുള്ള തിരക്കിലായിരുന്നു അയാൾ. മായ തൻ്റെ ഫോൺ രഹസ്യമായി ഓൺ ചെയ്തു. ബസ്സിൻ്റെ കുലുക്കത്തിനിടയിൽ അവൾ മനഃപൂർവ്വം തൻ്റെ ശരീരം അയാളുടെ കൈകളിൽ തട്ടത്തക്ക രീതിയിൽ നിന്നു. തൻ്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അരവിന്ദ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി മാറി നിന്നു. പിന്നിലെ ബസ്സിലെ തിരക്ക് കൊണ്ട് ആണെന്ന് കരുതി അയാൾ വീണ്ടും തൻ്റെ ചിന്തകളിലേക്ക് മടങ്ങി. എന്നാൽ മായ വിട്ടില്ല. അവൾ ക്യാമറ ആംഗിൾ പൂർണ്ണമായും അയാളെ ഒപ്പിയെടുക്കുന്ന വിധത്തിൽ ക്രമീകരിച്ചു. അരവിന്ദ് അവളെ മനഃപൂർവ്വം സ്പർശിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവൾ ചില ദൃശ്യങ്ങൾ പകർത്തി. എന്നിട്ട് പെട്ടെന്നവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താണ് താൻ കാണിക്കുന്നത്? ഒരു പെണ്ണ് അടുത്ത് നിൽക്കുമ്പോൾ തനിക്ക് ഇത്രയും മോശം വിചാരമാണോ? ബസ്സിലെ യാത്രക്കാർ എല്ലാവരും അരവിന്ദിനെ നോക്കി. അരവിന്ദാകെ പകച്ചുപോയി. അയാൾ ഒന്നും അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ജീവിത പ്രാരാബ്ദം അത്രത്തോളം ഉണ്ടായിരുന്നു. താനൊക്കെ ബസ്സിൽ കയറുന്നത് പെണ്ണുങ്ങളെ അവിടെ പിടിക്കാനാണോ? ക്യാമറയെ ഓൺ ചെയ്ത് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ മഹേഷ് ആകെ പതറിപ്പോയി. മനസ്സാ വാച അയാൾ അറിയാത്ത ഒരു കാര്യമായിരുന്നു അവൾ ആ വിളിച്ചു പറഞ്ഞത്. ഞാനൊന്നും ചെയ്തില്ല സഹോദരി, എൻ്റെ കൈ അറിയാതെ പോലും തട്ടിയിട്ടില്ല, അയാൾ വിക്കി വിക്കി പറഞ്ഞു. പക്ഷെ മായ വിട്ടില്ല. അവൾ ക്യാമറ അയാളുടെ വിറയ്ക്കുന്ന മുഖത്തിന് നേരെ തിരിച്ചു. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, മാന്യമായി നിൽക്കുന്ന ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ യഥാർത്ഥ മുഖം. ഇങ്ങനെയുള്ള കപട വേഷധാരികളെ വെറുതെ വിടരുത്. ആളുകൾ മായയുടെ പക്ഷം ചേർന്നു. ചിലർ അരവിന്ദനെ ചീത്ത വിളിച്ചു. ഒരാൾ അയാളെ പിടിച്ചു തള്ളി. അപമാനിതനായി. കണ്ണു നിറഞ്ഞ് അരവിന്ദ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടി. അന്ന് വൈകുന്നേരം തന്നെ മായ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. കണ്ണൂരിലെ ബസ് യാത്രക്കിടെ ദുരനുഭവം എന്നായിരുന്നു ടൈറ്റിൽ. മിനിറ്റുകൾക്കുള്ളിൽ അത് വൈറലായി. അരവിന്ദിൻ്റെ പേരും ജോലി ചെയ്യുന്ന സ്ഥാപനവും എല്ലാം ആളുകൾ കണ്ടുപിടിച്ചു. അടുത്ത ദിവസം അരവിന്ദ് ജോലിക്ക് ചെന്നപ്പോൾ മാനേജർ അയാളെ പുറത്താക്കി. കമ്പനിയുടെ പേര് മോശമായെന്ന് അവർ പറഞ്ഞു. അയൽവാസികൾ അയാളെ പുച്ഛത്തോടെ നോക്കി. സോഷ്യൽ മീഡിയയിൽ അയാളെ തൂക്കിക്കൊല്ലണം എന്ന് വരെ കമൻറ്റുകൾ വന്നു. എന്നാൽ വീഡിയോ സൂക്ഷിച്ചു നോക്കിയ ചിലർക്ക് അരവിന്ദ് നിരപരാധിയാണെന്ന് തോന്നിയിരുന്നു. അയാളുടെ കണ്ണുകളിലെ ഭയം, അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എല്ലാം അതിൽ വ്യക്തമായിരുന്നു. പക്ഷെ മായയുടെ ആരാധകരുടെ ബഹളത്തിനിടയിൽ ആ ശബ്ദങ്ങൾ ആരും കേട്ടില്ല. അരവിന്ദ് തൻ്റെ മുറിയിൽ അടച്ചിരുന്നു. എടാ, നീ ശരിക്കും ഇത് ചെയ്തോ എന്ന ആളുകളുടെ ആ ചോദ്യം അരവിന്ദിനെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. ലോകം മുഴുവൻ തന്നെ വേട്ടയാടുകയാണെന്നും സത്യം തെളിയിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അയാൾ ഭയന്നു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം നടത്താനുള്ള സാമ്പത്തികമോ മാനസികമോ ആയ കരുത്ത് ആ സാധാരണക്കാരനില്ലായിരുന്നു. ആ രാത്രിയിൽ ബാക്കിയുള്ളവർ ഓൺലൈനിൽ അയാൾക്കെതിരെ ട്രോളുകൾ ഉണ്ടാക്കുമ്പോൾ അരവിന്ദ് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ അയാൾക്കുണ്ടായിരുന്ന നല്ലവരായ കുറച്ച് സുഹൃത്തുക്കൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പലർക്കും സത്യം ബോധ്യപ്പെട്ടു. ആരെയെങ്കിലും കിട്ടിയാൽ ക്രൂശിക്കാൻ നിൽക്കുന്ന ചിലർ മാത്രം അയാൾക്കെതിരെ വായിൽ വരുന്നതെല്ലാം പറഞ്ഞ്
സന്തോഷം കണ്ടെത്തി. എന്നാൽ അതെല്ലാം ബാധിച്ചത് അരവിന്ദിനെയായിരുന്നു. അയാളുടെ കൂട്ടുകാരും അച്ഛനും അയാളെ തനിച്ചാക്കിയ ഒരു നേരത്ത് അയാൾ മരണം തിരഞ്ഞെടുത്തു. ഉടുത്തിരുന്ന മുണ്ട് റൂമിലെ റൂഫിലുള്ള കൊളുത്തിൽ കുരുക്കി മറ്റേ ഭാഗം കഴുത്തിലൂടെയും കെട്ടി പതിയെ മരണത്തെ പുൽകി. അരവിന്ദിന്റെ മരണം കണ്ണൂരിനെ പിടിച്ചുലച്ചു. മരണവാർത്ത പുറത്തു വന്നതോടെ ജനങ്ങളുടെ മനസ്സ് മാറി. മായയുടെ വീഡിയോ വീണ്ടും ആളുകൾ പരിശോധിച്ചു. സ്ലോ മോഷനിൽ കണ്ടപ്പോൾ മായ തന്നെയാണ് മനഃപൂർവ്വം അയാളുടെ അടുത്തേക്ക് നീങ്ങിയതെന്നും അരവിന്ദ് കൈകൾ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലായി. ജനങ്ങളുടെ രോഷം മായയ്ക്ക് നേരെ തിരിഞ്ഞു. സൈബർ ഇടങ്ങളിൽ അവൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. പോലീസ് കേസെടുത്തു. പക്ഷേ ജനങ്ങൾ കാത്തിരുന്നില്ല. മായയുടെ വീടിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. അതൊരു ജനകീയ കോടതിയായി മാറി. അവിടെ ഒരു വിചാരണ നടന്നു. സാധാരണക്കാരായ ആളുകൾ അവിടെ നിന്നു. 4 കാശിനും കുറച്ച് വ്യൂസിനും വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത നീ ആണോ ബ്ലോഗർ? ഒരാൾ ചോദിച്ചു. നീ ചെയ്ത കൊലപാതകമാണ്, കണ്ടന്റല്ല, മറ്റൊരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മായ അകത്ത് ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് സംരക്ഷണം നൽകാൻ സൈബർ ലോകത്തെ അവളുടെ ആരാധകരാരും വന്നില്ല. പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ജനക്കൂട്ടം അവൾക്ക് നേരെ ആക്രോശിച്ചു. അവൾ തല കുനിച്ചു നിന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന അരവിന്ദ് പോയിക്കഴിഞ്ഞിരുന്നു. അരവിന്ദിന്റെ ശവസംസ്കാരത്തിന് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും എത്തിയിരുന്നു. അവർ മാധ്യമങ്ങളോട് പറഞ്ഞു, ആ പാവ മനുഷ്യൻ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷെ ആ പെണ്ണിന്റെ വീഡിയോയും ബഹളവും കണ്ടപ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ഭയന്നു. ഈ സംഭവം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഒരു പാഠമായി മാറി. ഒരു ക്യാമറ കയ്യിലുണ്ടെന്ന് കരുതി ആർക്കും ആരെയും തകർക്കാമെന്ന അവസ്ഥ എത്രത്തോളം ക്രൂരമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. മായ ജയിലിലായി. പക്ഷെ അരവിന്ദിന്റെ വീട്ടിലെ ആ വൃദ്ധ മാതാപിതാക്കളുടെ കണ്ണുനീറൊപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അവരുടെ ഏക ആശ്രയം ആ ഒരു ചെറുപ്പക്കാരൻ മാത്രമായിരുന്നു. അയാൾ ജോലിയെടുത്ത് കൊണ്ടുവരുന്നത് കൊണ്ടായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത്. തങ്ങളുടെ ഭാവി ജീവിതം ഈ മകനുള്ളതുകൊണ്ട് സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന മാതാപിതാക്കൾ ഇനി ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതിയായി. എന്തിനായിരുന്നു ഇത്രയും വലിയ ക്രൂരത? കുറച്ച് ലൈക്കിനു വേണ്ടിയോ? അതുകൊണ്ട് കിട്ടുന്ന റീച്ചിനു വേണ്ടിയോ? ഒരാളുടെ ജീവനേക്കാൾ ജീവിതത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്നോ അവയ്ക്കെല്ലാം? ജനകീയ കോടതിയിലെ വിധി ഇന്നും മുഴങ്ങുന്നു. ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തിരുന്ന് നമ്മൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒരാളുടെ ജീവിതമോ മരണമോ നിശ്ചയിച്ചേക്കാം. അതുകൊണ്ട് സത്യമറിയാതെ ഒരാളെയും വിചാരണ ചെയ്യരുത്. പ്രതികരിക്കേണ്ട ഇടത്ത് പ്രതികരിക്കണം. അത് പക്ഷേ ഒരു നിരപരാധിയുടെ ജീവൻ എടുത്തതുപോലെ ആയിരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.